Your holy name, we praise your God. Hallelujah, hallelujah. Glory to the name of Jesus, glory to the name of Jesus, glory to the name of Jesus. Hallelujah, hallelujah. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah. Glory to the name of the Lord. Hallelujah. ഈ മനോഹരമായ ആരാധനാ ദിവസം ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്ന വിശുദ്ധന്മാരാകുന്ന അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ഇപ്രകാരം കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഒരു നല്ല ദിവസം തന്നല്ലോ. കടന്നു വന്ന എല്ലാ വിശുദ്ധ ദൈവ മക്കൾക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ആരാധനയോടുകൂടെ തുടർന്നുള്ള മണിക്കൂറുകൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്കായിരിക്കാം. Shall we all take some time to thank God? God has given us one more day to come into the sanctuary in the presence of God to worship our God, our Redeemer. Let us all spend the time in prayer and worship and give in the glory to the Lord. എല്ലാവരും സ്തോത്രത്തോടുകൂടെ സ്തുതിയോടുകൂടെ അല്പസമയം കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ദേഹം ദേഹി സമസ്തമായി യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് കർത്താവിന്റെ സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. As the saints are gathered together to give the glory to the Lord, the divine presence is here and his holy presence fill our hearts and mind, and whenever we pray and ask for God's blessing, he is the one who answers our prayer. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതവാനായ വിടുവിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ ആരാധനയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to the name of Jesus. Shall we all stand in God's presence and read Psalms 20 together? 20ാമത്തെ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Psalms 20 ഒരുമിച്ച് നമുക്ക് ചേർന്ന് വായിക്കാം. 20ാമത്തെ സങ്കീർത്തനം. ഹല്ലേലൂയ. Praise God. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. Psalms 20. Let us read it together. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. In verse 7 we read, some boast in chariots and some in horses, but we will boast in the name of the Lord our God. ചില രഥങ്ങളില് ചില കുതിരകളില് മറ്റു പലതിലും ആശ്രയിക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന രാജാതിരാജാവായ കർത്താവായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ആ കർത്താവിൽ ഇന്ന് പകൽക്കാലം ആശ്രയിക്കുവാൻ, അവന്റെ നാമത്തിലുള്ള ജയം ഘോഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി അല്പസമയം സ്തോത്രം ചെയ്യാം. Glory to the name of Jesus, glory to the name of Jesus. Hallelujah, hallelujah. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആശ്രയിച്ച നമ്മുടെ ദൈവം നമ്മെ വിടുവിച്ചല്ലോ. അവൻ നമ്മെ സൗഖ്യമാക്കിയല്ലോ. അവൻ നിത്യജീവൻ നമുക്ക് തന്നല്ലോ. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെ അടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിറയുമാറാകട്ടെ.
സ്നേഹവാനാ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന ഞങ്ങളുടെ ആത്മ മണവാളൻ ഞങ്ങൾക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി, ഞങ്ങളുടെ രോഗത്തിന് പരിഹാരമായി, ഞങ്ങളുടെ ശാപങ്ങളെ എടുത്തു മാറ്റുവാൻ, ഞങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ, ഞങ്ങളെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ, സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും നിറച്ച് ഇന്ന് ആലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങളെ നീ അവിടെ ഒരുക്കിയ നിന്റെ കൃപയ്ക്കായി നന്ദി കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ ജയത്തോടെ നടത്തിയ അവിടുത്തെ വൻ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, അല്പസമയം ഞങ്ങൾ പാട്ടോടുകൂടെ, സ്തോത്രത്തോടുകൂടെ, സ്തുതിയോടുകൂടെ, സങ്കീർത്തനത്തോടുകൂടെ, വചനത്തോടുകൂടെ ഞങ്ങളുടെ ആലയത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന് സ്തുതിയും സ്തോത്ര സ്വർഗത്തിലേക്ക് ഉയരുവാൻ, ഞങ്ങളുടെ കർത്താവിനെ പാടി ആരാധിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ നീ അവിടുന്ന് ഓർക്കരുത്. സ്വർഗത്തിലേക്ക് അരം വെച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കുമാറാകണമേ. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളുമേൽ ദൈവാത്മാവിന്റെ നിയോഗം അവിടുന്ന് ഇരിക്കണമേ. ലീഡ് ചെയ്യുന്ന കൊയറിന്റെ മേൽ നിന്റെ സാന്നിധ്യം ഇരിക്കണമേ. കുഞ്ഞുങ്ങൾ വാക്യം പറയുമ്പോൾ അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുമാറാകണമേ. കടന്നു വന്ന എല്ലാ നിന്റെ മക്കളെ യന്ത്രകരങ്ങളെ കേൾപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഭാരത്തോടെ, രോഗത്തോടെ, നിരാശയോടെ, വേദനയോടെ അങ്ങയുടെ പാദപ്പെടുത്തെങ്കിലായിരിക്കുന്നെങ്കിൽ ഒരു വിടുതലിന്റെ ദിവസമാക്കി തീർക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. കടന്നു വരുവാൻ കഴിയാതെ ജോലിയില്, യാത്രയില് ആയിരിക്കുന്നുള്ളവരോട് കൂടെ നിന്റെ കൃപയിരിക്കണം. ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരും നിന്നെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ പരമന്റെ പ്രത്യാശയിൽ ആ നിത്യഭവനത്തിൽ അങ്ങയോട് ഒരുമിച്ച് അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് അങ്ങേ ആരാധിക്കുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല മഹത്വം അങ്ങേക്ക് തരുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ നമ്മുടെ കാര്യങ്ങൾ ഉയർന്ന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമുക്ക് ഇംഗ്ലീഷ്കാരനോട് ചേർന്നുകൊണ്ട് അല്പസമയം പാടി കർത്താവിനെ ആരാധിക്കാം. അവൻ തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. Praise the Lord, everyone. It's good to be in the house of the Lord today. As we sing these songs, I just want us to remember how many of us can say that we can praise God in the midst of our troubles. How many of us can say, yes, I will, Lord, in the midst of my valleys, in the midst of my lows, I will still praise you. So as we sing this song, just remember that. The same God who never fails will not fail me now. You won't fail me now in the waiting. The same God who's never late is working all things out. You're working all things out. Yes, I will lift you high in the valley. Yes, I will bless your name. Oh yes, I will sing for joy when my heart is heavy all my days. Oh yes, I will for all my days. Oh yes, I will. I count one thing. The same God who never fails will not fail me now. You won't fail me now in the waiting. The same God who's never late is working all things out. You're working all things out. Oh yes, I will lift you high in the
see a light that is coming for a heart that holds on. And there will be an end to these troubles, but until that day comes, we say, still I will praise you, still I will praise you. I will praise you, Lord, 'cause I can see a light that is coming for the heart that holds on. There will be an end to these troubles, but until that day comes, oh, still I will praise you, still I will praise you. One more time, I can see. Oh, 'cause I can see a light that is coming for the heart that holds on. There will be an end to these troubles, but until that day comes, we sing, we praise, still I will, oh yes, still I will praise you. Oh, we sing, oh no, you never let go, through the calm and through the storm. Oh no, you never let go, in every high and every low. Oh no, never let go, Lord, you never let go of me. Oh no, oh, through the calm and through the storm. Oh no, you never let go, every high and every low. Oh no, never let go, Lord, you never let go of me. Oh, can we sing, I will fear no evil, for my God is with. How many believe this today? Oh, and if my God is with me, oh, whom then shall I fear? Whom then shall I will fear no evil, for my God is with me. And if my God is with me, whom then shall I fear? Whom then shall I fear? Whom then shall I fear? Yes, whom then shall I fear? Oh, whom then shall I fear? Whom then shall I fear? Yes, whom then shall I fear? Whom then shall I fear? Oh no, you never let go, through the calm, through the storm. Oh no, you never let go, every high, every low. Oh no, you never let go, Lord, you never let go of me. Oh no, you never let go, through the calm and through the storm. Oh no, you never let go, in every high and every low. Oh no, never let go, Lord, you never let go of me. Thank you, Lord. Lord, you never let go of me. Thank you, Jesus. We thank you, Lord. But never once did we ever walk alone. Hallelujah. We serve a faithful God this morning time. Never once did we walk alone. Never once were we on our own. Hallelujah. Let's declare that He is faithful through all our circumstances.
voices, let's sing, God, you're so good. God, you're so good. God, you're so good. God, you're so good. You're so good to me. Yes, Lord Jesus, we thank you, Jesus. We thank you, Lord. We give you all the praise and we give you all the glory, Lord. No matter our circumstances, whether we're standing on the mountaintop or in the valley, Lord, we will declare that you are good and you are faithful, God. We thank you for this time of worship once again. We'll give you all glory, honor, and praise. In your name we pray. Amen. Praise God. Thank you to the choir for leading us into the time of worship. May the Lord richly bless you. ഈ രാവിലെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നാം ആയിരിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എല്ലാവരെ സഹായിക്കട്ടെ. എല്ലാ വാത്സല്യ ദൈവമക്കളെയും വീണ്ടും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പുതുതായിട്ട് നമ്മോട് കൂടെ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സിന് പ്രത്യേകമായ സ്നേഹവന്ദനം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. May I invite all our dear children to come forward and take the time to recite the Bible verse. As the children come forward, let us keep praying for them. Ask God's blessings upon them, that they will stand for Jesus, to grow in the Word of God, and they will experience Jesus' strength in their daily life. Hallelujah. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പോയിൽ തള്ളിയിടും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ആണെങ്കിലും തന്നെ. Luke 17 verse 3 and 4. If any brother or sister sins against you, rebuke them, and if they repent, forgive them. Even if they sin 7 times a day, 7 times will come back saying, I repent, you must forgive them. Amen. Then Jesus said to his disciples, If anyone desires to come after me, let him deny himself, take up his cross, and follow me. For what good is it to a person to gain the whole world, but to lose his own soul? In the same way, to lose his own soul. Or what will a man give in exchange for his soul? Matthew 16, verse 24 to 26. You are a chosen people, a royal priesthood, a holy nation, a people belonging to God, that you may declare the praises of him who called you out of darkness into his wonderful light. 1 Peter 2 verse 9. Whatever you do, whether in word or deed, do it all in the name of the Lord Jesus, giving thanks to the Father through him. Psalm 66 verse 10. Philippians 4:8. Finally, brothers and sisters, whatever is true, whatever is noble, whatever is right, whatever is pure, whatever is lovely, whatever is admirable, if anything is excellent or praiseworthy, think about such things. Have mercy on me, O God, according to your unfaithful love. According to your great compassion, blot out all my transgressions, wash away all my iniquity, and cleanse me from my sin. Psalms 51 verse 1 and 2. Stand firm in what you believe. 1 Peter 5 verse 9.
Trust in the Lord with all your heart. Do not lean on your own understanding. Proverbs 3:5. The Lord is close to the brokenhearted and saves those who are crushed in spirit. Psalms 34:18. 2 Chronicles chapter 7 verses 14. If my people who are called by my name will humble themselves and pray and seek my face and turn from their wicked ways, then will I hear from heaven and will forgive their sin and will heal their land. Amen. When upon life's billows you are. Just one more. John chapter 10 verses 11 to 15. I am the good shepherd. The good shepherd lays down his life for the sheep. The hired hand is not the shepherd and does not own the sheep. So when he sees the wolf coming, he abandons the sheep and runs away. Then the wolf attacks the flock and scatters it. The man runs away because he is a hired hand and cares nothing for the sheep. I am the good shepherd. I know my sheep and my sheep know me, just as the Father knows me and I know the Father. Amen. Hallelujah. When upon life's billows you are tempest tossed, when you are discouraged thinking all is lost, count your many blessings, name them one by one, and it will surprise you what the Lord has done. Count your blessings, name them one by one. Count your blessings, see what God has done. Count your blessings, name them one by one. Count your many blessings, see what God has done. Are you ever burdened with a load of care? Does the cross seem heavy you are called to bear? Count your many blessings, namely thou will fly, and you will be singing as the days go by. Count your blessings, name them one by one. Count your blessings, see what God has done. Count your blessings, name them one by one. Count your many blessings, see what God has done. Amen. Hallelujah. Let us look to the Lord in prayer and ask God's blessings upon our children. കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും നിങ്ങളുടെ കരങ്ങളെ വാത്സല്യ കുഞ്ഞുങ്ങളിലേക്ക് നീട്ടിയാട്ടം. അവരുടെ ജീവിതം, അവരുടെ വളർച്ച, ആത്മീക ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കാം. As you stretch your hand that indicate that you are praying and blessing them in Jesus' name, and the children also know, the parents and everyone as a church, we regularly pray for you and God's blessing is there with you. As we all stand and sit in God's presence, we ask God's blessings upon the children, and one of the children will lead us in prayer now. നാം എല്ലാവരും ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ കരങ്ങളെ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വാത്സല്യ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. One of the children kindly lead us in prayer. Hallelujah. Jesus, thank you, Lord. I thank you, Lord, for all the blessings you have given us today, Lord Jesus. I thank you for helping us say memory verse today, Lord Jesus. I pray that the rest of our church meeting will go well today, Lord Jesus. I pray for all the people here today, Lord Jesus. I pray that whatever we learn today, Lord Jesus, we'll keep in our hearts and in our minds, Lord Jesus. I thank you for everything you've done for us, Lord Jesus. In Jesus' name I pray, amen. Amen. Dear children, may the Lord bless you. Walk in the ways of the Lord. ഒരുമിച്ച് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാം. Hallelujah. Jesus. Praise the Lord. Hallelujah. നാം ഒന്ന് രണ്ട് മലയാളം പാട്ടുകൾ ഇന്ന് പകൽക്കാലം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹൃദയം ഇന്ന് പകൽക്കാലം പ്രത്യാശ കൊണ്ട് നിറയണം. നമ്മുടെ കർത്താവ് മടങ്ങി വരുവാനാകുന്ന സമയങ്ങൾ അടുത്തിരിക്കുക. നാം ലോകത്തിൻ്റെ ചുറ്റുപാട് നോക്കുമ്പോൾ ലോക സംഭവങ്ങളൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യം,
നമ്മുടെ കർത്താവ് മടങ്ങി വരും. നമ്മുടെ പ്രത്യാശ നമ്മുടെ അരുമ മണവാളനെ അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കണ്ട് നാം ആരാധിക്കുന്ന ഒരു നിമിഷം നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളൊരു വലിയ പ്രത്യാശയുണ്ട് നമ്മുടെ ഉള്ളിൽ. ഇന്ന് പകൽക്കാലം ആ പ്രത്യാശയുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാമോ? കർത്താവേ, ഞാൻ നിന്നെ കാണും. ഹല്ലേലൂയ. ദൈവമക്കളെ, യോബിന്റെ പ്രത്യാശ അതായിരുന്നു. അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കാണും. ഹല്ലേലൂയ. ആ സന്തോഷത്തോടെ നമ്മുടെ അരുമ മണവാളനെ, നമുക്ക് വേണ്ടി ജീവൻ തന്ന, അല്ലെങ്കിൽ അവന്റെ ജീവനെ വിട്ടുകൊടുത്ത കർത്താവിനെ നാം വീണ്ടും കാണും. നാം അവനോട് ചേർന്ന് ആരാധിക്കും. ദൂതസഞ്ചയങ്ങളോട് കൂടെ, ഹല്ലേലൂയ, യുഗായുഗം നാം അവനോട് കൂടെ വാഴും. ഹല്ലേലൂയ. അതാ നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയുള്ള ജനം സന്തോഷത്തോടെ ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുരുതാരെന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ. ഉള്ള 12 ഗോപുരമേ. ഉള്ള 12 ഗോപുരമേ. കണ്ണിൽ കണ്ണാരം നിപ്പാൻ അവ കണ്ണൽ ഭാരം കോലിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ. ദൈവ തേജസ്സാൽ മിന്നും വീടേ. അംഗനയില്ല നാടേ. ദൈവ തേജസ്സാൽ മിന്നും വീടേ. ദൈവത്തിൻ കുഞ്ഞാടിനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ. കഷ്ടതയില്ല നാടേ. ദൈവ ഭക്തരിൻ വിശ്രാമമേ. കഷ്ടതയില്ല നാടേ. ദൈവ ഭക്തരിൻ വിശ്രാമമേ. പെരുകും പുത്തനെരുശലേമേ.
യെരൂശലേമേ, തിരുമാർവിൽ നിന്നു ഞാൻ ചാരിയിടുമോ. വാനവരിൻ സ്തുതിനാദം ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. ആമേൻ. ശുദ്ധർ സ്തുതിക്കും നീരേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ. ശുദ്ധർ സ്തുതിക്കും നീരേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ. പരിലസിക്കും സ്വർണ്ണത്തിരുവീതിയിൽ അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പൗലോസ് പറയുക, ഭൗമികമായ എന്റെ ഈ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സിമന്റ് കൊണ്ടും മണ്ണ് കൊണ്ടും കളിമണ്ണും കൊണ്ടും ഒന്നും ഉണ്ടാക്കിയതല്ല. നിത്യമായ ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നിത്യമായ ഭവനം എനിക്ക് സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഭവനത്തിന് ദൈവം ഓൾറെഡി ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. നമുക്ക് വേണ്ടി കർത്താവ് നിത്യമായ ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. There is a house building for us. Hallelujah. നാം അവനോടുകൂടെ ആ ഭവനത്തിൽ പാർക്കും, അവനോടുകൂടെ ആ നഗരത്തിൽ പാർക്കും, അവനോടുകൂടെ നാം ഒരുമിച്ച് പാട്ടുപാടും. Hallelujah. നമുക്ക് മുന്നേ കടന്നുപോയ നമ്മുടെ പിതാക്കന്മാരോട് ഒരുമിച്ച്, നമുക്ക് മുന്നേ കടന്നുപോയ വിശുദ്ധന്മാരോട് ഒരുമിച്ച് നാം പാട്ടുപാടുന്ന ഒരു ദിവസമുണ്ട്. Hallelujah. വാനവർ ഒരുമിച്ച് സ്തുതി മുഴക്കുന്ന ഒരു സ്വർഗീയ സന്തോഷം നമ്മുടെ മുമ്പിലുണ്ട്. Hallelujah. ഇന്ന് പകൽക്കാലം ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങൾ കണ്ടേക്കാം, വേദനകൾ ഉണ്ടായേക്കാം, പ്രശ്നങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇതെല്ലാം മാറി, കണ്ണുനീരെല്ലാം മാറി, വേദനകളെല്ലാം മാറി. ഹല്ലേലൂയ. ചിരിച്ച മുഖത്തോടെ നാം ആരാധിക്കുന്ന ഒരു ദിനം നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് നമ്മെ വിട്ട് കടന്നുപോയവരൊക്കെ നമ്മോട് കൂടി ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുന്ന ആ ദിനം നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രത്യാശയോടുകൂടെ ഒരു പാട്ടും കൂടെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമൊന്ന് തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും ഹല്ലേലൂയ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമൊന്ന് തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും ആമേൻ. കർത്താവേ വേഗം വരണേ, ആമേൻ. കർത്താവേ രാജ്യം വരണേ, ആമേൻ. കർത്താവേ വേഗം വരണേ, ആമേൻ. കർത്താവേ രാജ്യം വരണേ. കൂടാരമാകും ഭവനം കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം
കർത്താവൊരുക്കുന്നു നമുക്കായി. കൂടാരമാകും ഭൗമഭവനം കൂടുവിട്ട് പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരുക്കുന്നു നമുക്കായി. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. കുഞ്ഞാട്ടിൻ കല്യാണം അടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിന്റെ നീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകും ഞാൻ. കുഞ്ഞാട്ടിൻ കല്യാണം അടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിന്റെ നീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകും ഞാൻ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. കാലം കഴിയും ഈ ലോകമഴിയും കാൺമതെല്ലാം മാറിപ്പോയിനും കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും ഈ ലോകമഴിയും കാൺമതെല്ലാം മാറിപ്പോയിനും കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. കൂടാരമാകും ഭൗമഭവനം കൂടുവിട്ട് പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരുക്കുന്നു നമുക്കായി. കൂടാരമാകും ഭൗമഭവനം കൂടുവിട്ട് പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരുക്കുന്നു നമുക്കായി. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കുഞ്ഞാട്ടിൻ കല്യാണം അടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകും ഞാൻ. കുഞ്ഞാട്ടിൻ കല്യാണം അടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകും ഞാൻ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കാലം കഴിയും ഈ ലോകമഴിയും കാൺമതെല്ലാം മാറിപ്പോയിനും കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും ഈ ലോകമഴിയും കാൺമതെല്ലാം മാറിപ്പോയിനും കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ ഹല്ലേലൂയ. ഓ ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ ഹല്ലേലൂയ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ
The trumpet shall sound any time, any moment. Hallelujah. As the first century church, they were waiting. The return of the Jesus is imminent. Let us also believe that our Jesus may come back any moment. Hallelujah. It may happen before the end of the service. Before the end of the service, who know our Jesus may come back. Amen. Hallelujah. Hallelujah. The Bagalkalam question is, are you ready if the trumpet shall sound before 12:30? Before we leave from this place, if the trumpet shall sound, will you be taken up with him? Hallelujah. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ദാസൻ പകൽക്കാലം പറഞ്ഞതുപോലെ, the question before us is, hallelujah, he may come any time, but there is a responsibility that laid upon us. Are you ready to go to Cuba? Are you ready to go to Mexico? Are you ready to go to Fiji? Are you ready to go to the interior place? What is the purpose that he sent us to Calgary? Hallelujah. നമ്മൾ ഒരു പക്ഷേ ഇവിടെ എത്തേണ്ടിയവരായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, hallelujah, there is no chance I would be standing here, but God has placed us. So how about you? Hallelujah. ഇവിടെ എത്താൻ നമുക്കൊന്നും യോഗ്യതയില്ലായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന്, ദോഹയിൽ നിന്ന് നമ്മെ ചിന്നി ചിതറിച്ച് കാൽഗറി പട്ടണത്തിൽ കൊണ്ടെത്തിയിരിക്കുന്ന എന്തിനാ? Are you ready to go to Cuba? പകൽക്കാലം പറ, കർത്താവേ, നിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ തന്നെ ഏൽപ്പിക്കുക. Wherever you may send me, wherever you want me to go, wherever you want me to minister, or wherever you place me, God, hallelujah, നിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ തന്നെ ഏൽപ്പിക്കുക. ഒരു നിമിഷം എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയാമോ, കർത്താവേ, നിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ തന്നെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ച്. ഹല്ലേലൂയ. Glory, hallelujah. Hallelujah. തീരുമാനത്തോടെ നിൽക്കുന്ന ദൈവജനത്തിൻ്റെ തീരുമാനങ്ങളെ മാനിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ തന്നെ ഒന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്കായി നമ്മെ സമർപ്പിക്കുകയും കർത്താവിൻ്റെ വചനം പഠിക്കുകയും കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കുവാൻ തയ്യാറായി ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്നവരുടെ ഹല്ലേലൂയ തൃപ്തിപ്പെടുത്തുന്നൊരു ദൈവമാണ് നമുക്ക് നമ്മുടെ മധ്യത്തിലുള്ളത്. നമുക്കൊരു പാട്ട് കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവവചനം ജീവനാണ്, അത് ശക്തിയാണ്. ഇന്ന് പകൽക്കാലം നമുക്കൊരു ആത്മരക്ഷ നൽകുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ആ വചനം, അത് ഇന്ന് പകൽക്കാലം നമുക്ക് കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നതിന് മുമ്പേ നമ്മെ തന്നെ ഒന്നും കൂടി ഒന്ന് ഒരുക്കിക്കൊണ്ട് നമുക്കൊരു പാട്ടിൻ്റെ ഇരടികൾ കൂടി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം, തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം, തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. ഓ യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനമാർഗമാം, സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗ്ഗത്തിൽ ദാനമാം. അന്ധനു കാഴ്ച നൽകുവാൻ
വചനമാർഗമാ സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാ ഒഴിയാനിത്യനാശം കാലിനൊരു പ്രകാശം ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ ദൈവമുഖ പ്രസാദം നിത്യമവർഗഭാദം ദൈവമുഖ പ്രസാദം നിത്യമവർഗഭാദം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ലോകങ്ങൾ അവസാനിക്കും വനവുമില്ലാതാ ദൈവവാക്കു പ്രമാണിക്കും ഭക്തനോ നിത്യനാ ലോകങ്ങൾ അവസാനിക്കും വനവുമില്ല ദൈവവാക്കു പ്രമാണിക്കും ഓ വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ആമേൻ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ആമേൻ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ഹല്ലേലൂയ രക്തതാജ്യം 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 ഓ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല സമയത്ത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു പിന്നെയും ദൈവവചനം കേൾക്കുവാനായി ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു കർത്താവ് ഞങ്ങൾ പാടിയതുപോലെ സത്യ ദൈവത്തിൻ്റെ വചനമാണ് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പ്രവർത്തിക്കട്ടെ വരുന്ന നാളുകളിൽ ദൈവമേ ജയത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അത് ഞങ്ങൾക്ക് ബലം നൽകട്ടെ കേൾക്കുവാനും അത് കേൾക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ നാം കർത്താവിൻ്റെ സന്നിധാനത്തിങ്കൽ ആയിരിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷയെ ഓർത്തുകൊണ്ടും അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനെ ഓർത്തുകൊണ്ടും ആരെങ്കിലും ഒരാൾ കൂടെ പ്രാർത്ഥിച്ചാട്ടെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ മക്കൾ
Amen. Hallelujah. Praise God. Hallelujah. Jesus. Thank you, Lord. Hallelujah. Praise the Lord. ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified this ഒരിക്കൽ morning. കൂടി എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ I അറിയിക്കുന്നു. greet you all in the precious name of our Lord and Savior Jesus Christ. അല്പസമയം പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുമാറാകട്ടെ. Let us meditate upon the word of the Lord as we spend some time in the presence of God. ഇന്ന് അല്പസമയം നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. For our short meditation this morning, let us turn our Bibles to Philippians chapter 4. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള വേദവാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. Philippians chapter 4 verse 4 to 9. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 4 മുതൽ 9 വരെയുള്ള വേദവാക്യങ്ങൾ. Rejoice in the Lord always. Again I say rejoice. Let your gentle spirit be known to all men. The Lord is near. Be anxious for nothing, and in everything by prayer and supplication with thanksgiving, let your requests be made known to God. And the peace of God that surpasses all comprehension will guard your hearts and your minds in Christ Jesus. Finally, brethren, whatever is true, whatever is honorable, whatever is right, whatever is pure, whatever is lovely, whatever is of good repute, if there is any excellence and if anything worthy of praise, dwell on these things. The things you have learned and received and heard and seen in me, practice these things, and the God of peace will be with you. Amen. വളരെ അധികം പരിചയമുള്ള പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ള ഒരു മനോഹരമായ ദൈവവചനമാണ് നാം ഇന്ന് വായിച്ച് കേട്ടത്. We all know this particular passage. It's very familiar to us. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഫിലിപ്പിലുള്ളതായ വിശുദ്ധന്മാർക്ക് എഴുതുന്ന ഒരു ലേഖനമാണല്ലോ ഫിലിപ്പിയ ലേഖനം. When Paul was in the prison, he wrote this epistle to the church at Philippi. ജീവിതത്തിന്റെ ഏറ്റവും ആനന്ദമുള്ള ഒരു സമയത്തല്ല താൻ ഈ ലേഖനം എഴുതുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിലാണ് ഈ ലേഖനം താൻ എഴുതുന്നത്. Paul did not write this epistle when he was living in a good circumstance, but when he was going through much hard circumstance, he wrote this particular epistle. കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ, ചങ്ങലയിലായിരിക്കുമ്പോൾ, ബന്ധനത്തിലായിരിക്കുമ്പോൾ, ഇരുട്ടറയിലായിരിക്കുമ്പോൾ, മറ്റ് സഹോദരങ്ങൾ ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് താൻ എഴുതുന്ന ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം. There was no brothers to support Paul when he was in the prison and he was alone, and it is that time that he wrote this particular epistle. വളരെ ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ താൻ വിശുദ്ധന്മാരെ ഓർപ്പിക്കുന്ന വചനം തന്റെ തന്നെ ജീവിതത്തിൽ താൻ അപ്ലൈ ചെയ്തതായ ദൈവവചനമാണ്. So when he went through hard situation, he is trying to encourage the church how he faced it and how we need to face hard circumstances. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരിക്കട്ടെ, അതിന്റെ മധ്യത്തിൽ ഒരു ദൈവ പൈതലിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ ആത്മീക ചിന്താഗതി എന്താണ് എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. So the word of God teaches how we need to behave when we go through hard circumstances. That is what Paul is pondering upon. പലപ്പോഴും നാം മരണ ശുശ്രൂഷ, ശവസംസ്കാര ശുശ്രൂഷ സംബന്ധിക്കുന്ന സമയത്ത് നാം ഇപ്രകാരം കേൾക്കാറുണ്ട്. When we usually attend a homegoing service, we hear these words.
സാധാരണ പാസ്റ്റർമാർ പറയാറുണ്ട് ജീവിതം എന്ന് പറയുന്നത് രണ്ട് കരച്ചിലിന് ഇടയിലുള്ളതായ ജീവിതമാണ് എന്ന്. Pastors usually say this life is between two cries. അവരെ പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചുകൊണ്ടാണ് ഈ ഭൂമി കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. A child cries and that is how when he's born he cries. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അപ്പന് അമ്മയ്ക്ക് സഹോദരങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിന് ഭയങ്കര സന്തോഷമാണ്, ശരിയാണ്, അവര് ആനന്ദത്തിന്റെ സമയമാണ്. When a child is born, the family members are happy and they smile and laugh, but the child is crying. എന്നാൽ ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ഒരു കരച്ചിലോട് കൂടിയാണ് കടന്നു വരുന്നത്. But the child is born into this world with loud cries. അവസാനം ഈ ഭൂമിയിൽ നിന്ന് താൻ മാറ്റപ്പെടുന്ന സമയത്ത് താൻ ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്നു, കൂടിയിരിക്കുന്ന എല്ലാവരെയും താൻ കരയിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത്. But this little child, when he grows up and then he dies, he smiles and he leaves this world, but he makes others cry. കരഞ്ഞുകൊണ്ട് തുടങ്ങിയതായ ഒരു ജീവിതം, the life that began with cry, അനേകരെ കരയിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു ജീവിതം, and then the life that he ends with making others cry. അതിന്റെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം കരയുന്നുണ്ടെന്ന് എണ്ണായില്ല കുണ്ണിയാൽ തീരത്തിൽ അതുപോലെ കരയേണ്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ. In between these two cries there are many situations that a human being goes through that he cries. അപ്പോസ്തലൻ പൗലോസ് ദൈവജനത്തോട് പറയാണ്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എല്ലാ വേദനയുടെയും നിരാശയുടെയും ദുഃഖത്തിന്റെയും മധ്യത്തിൽ സന്തോഷിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന മനോഹരമായ സമയങ്ങളാണ്. But Paul is trying to emphasize that between these two cries then we need to encourage ourselves to trust in the Lord in whatever situation one fall into. സാഹചര്യം എന്താണെന്നുള്ളതല്ല, ഇരിക്കുന്നത് എവിടാണെന്നുള്ള മറ്റിനെ ഒന്നിനെയും ബാധിക്കാതെ വണ്ണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ദൈവത്തോടു കൂടി എപ്രകാരമായിരിക്കണമെന്ന് ദൈവവചനം പറയുകയാണ്. The word of God teaches us how should our attitude be even though our circumstances are not very favorable. ക്രിസ്തീയ ജീവിതം ഒരു സെലിബ്രേഷന്റെ ജീവിതമാണ്. Christian life is a life of celebration. ക്രിസ്തീയ ജീവിതം ആനന്ദത്തിന്റെ സമയമാണ്. Christian life is a life of rejoicing. ക്രിസ്തീയ ജീവിതം സന്തോഷത്തിന്റെ സമയമാണ്. It's a time of rejoicing. യേശുവിനെ കണ്ടുമുട്ടിയ സകല ദൈവമക്കളും ആനന്ദത്തോടു കൂടി ഓരോ ദിവസം മുൻപോട്ട് പോകേണ്ട ജീവിതമാണ്. Everyone who met Jesus need to lead a rejoicing life, joyful life. യേശു ഇപ്രകാരം പറയുവാൻ വേണ്ടി ഇടയായി തീർന്നല്ലോ. Jesus said like this, മോഷ്ടിപ്പാനും അറക്കുവാനും മുടിക്കുവാനും വേണ്ടിയാണ് കള്ളൻ വരുന്നത്. the thief comes to destroy and tear down everything. എന്നാൽ യേശു വന്നിരിക്കുന്ന സമൃദ്ധമായ ഒരു ജീവിതം നമുക്ക് തരുവാൻ വേണ്ടിയാണ്. But Jesus came to give us abundant life. വേദന, കരച്ചില്, കണ്ണുനീര് അങ്ങനെ കരഞ്ഞു തീർക്കുവാൻ വേണ്ടിയല്ല, യേശുവിനോടുകൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന, യേശുവിനോടുകൂടെ യാത്ര ചെയ്യുന്ന, യേശുവിനോടുകൂടെ ആനന്ദിക്കുന്ന ഒരു സമൃദ്ധമായ ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. We may face many situations in our life, but we should not be sad and crying all the time, but we need to rejoice in all our sufferings and live in that abundance that God has given us. സാധാരണ ഞായറാഴ്ച പ്രാർത്ഥിക്കുന്ന സമയത്ത് പലരും എടുത്തു പറയാറുള്ള ഒരു ദൈവവചനമുണ്ട്. There is a verse that usually people recite. 118 സങ്കീർത്തനം അതിന്റെ 24 വാക്യം. Psalms 118 verse 24. ആ വാക്യം ഇപ്രകാരമാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. This is a word. This is the day that the Lord has made. വാക്യം എങ്ങനെ? ഇന്ന് നാം സന്തോഷിച്ച് ഒരുമിച്ച് വാക്യം എല്ലാവരും ഒന്ന് പറഞ്ഞേ. Everybody please repeat this verse. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. This is the day the Lord has made. ഇന്ന് നാം സന്തോഷിച്ച് we will rejoice and be glad in it. ആനന്ദിക്കുക. Praise the Lord. Praise the Lord. ഏത് ദിവസത്തെ കുറിച്ച് പറയുന്നത്? Which is this day? പക്ഷെ നമ്മൾ ഞായറാഴ്ച മാത്രമേ ഇത് വായിക്കത്തുള്ളൂ അല്ലേ? We usually read this only on Sundays. നമ്മൾ പലപ്പോഴും ഇത് കേൾക്കുന്നത് ഞായറാഴ്ചയാണ്. We hear this word only on Sundays. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞായറാഴ്ച ദൈവം ഉണ്ടാക്കിയ ദിവസം, ഞായറാഴ്ച ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. So we think only Sunday is created by God and we need to rejoice only on Sundays. ഒരു ദൈവപൈതൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയണം, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. So every child of God should wake up in the morning and say this word, this is the day the Lord has made and I am going to rejoice this day. തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് പറയണം, ഈ തിങ്കളാഴ്ച യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദിവസമാണ്. Monday morning you should rise up and say the same thing, this is the day the Lord has made and I am going to rejoice this day. ജോലി ഹാർഡായിരിക്കും, യൂണിവേഴ്സിറ്റി സ്റ്റഡി ഡിഫറെന്റ് ആയിരിക്കും, പല ടെൻഷനും കാണും. പക്ഷെ രാവിലെ എഴുന്നേറ്റ് പറയണം, ഈ ചൊവ്വാഴ്ച യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ ദൈവം തന്നതാണ്. You may find many difficult situations in your job places or in the studies.
But you should say this word again and again. This is the day the Lord has made, and I'm going to rejoice in അത് it. ബുധനാഴ്ചയും വിളിച്ചു പറയണം. On Wednesday അത് too. വ്യാഴാഴ്ചയും പറയണം. On Thursday too. അത് വെള്ളിയാഴ്ച റിപ്പീറ്റ് On ചെയ്തുകൊണ്ടിരിക്കണം. Friday too. സാറ്റർഡേയും അത് പറയണം. Saturday too. ആഴ്ചയുടെ 6 ദിവസവും അത് പറയുന്ന ദൈവമക്കൾ ഞായറാഴ്ച ആലയത്തിൽ വന്നുകൊണ്ട് പറയും, ഇന്നും യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. When you say and quote this verse on 6 days, on the 7th day, you find it easier to say this verse again and rejoicingly. This is the day the Lord has made, and I'm going to rejoice in it. തിങ്കളാഴ്ച മുതൽ ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ടി മറക്കു പോയത്. From Monday onwards, you should do this exercise. ഒരു വളരെ ഹാർഡായിരിക്കുന്ന സമയത്ത് ഈ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കണം. So when you face difficult situation in your job, you should recite this verse. സമയത്ത് ഈ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കണം. When you face financial difficulty, repeat this verse. 4 ഭാഗത്തുനിന്ന് ടെൻഷൻ പ്രഷർ വരുന്ന സമയത്ത് ഈ വാക്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. When you face many tension from 4 sides, you need to repeat this verse. എന്താ ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ പിടിക്കുന്ന സമയത്ത് അന്നേരം പറഞ്ഞു, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്, ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ സന്തോഷിക്കും. When you don't know what you have to do, you have to say this verse, rejoice in the Lord always, and I'm going to, this is the day the Lord has made, and I will rejoice in it. സാധാരണ എല്ലാ കാര്യവും സന്തോഷകരമാണെങ്കിൽ നമുക്ക് ദൈവത്തിന് സന്തോഷിക്കുവാൻ വേണ്ടി സാധിക്കും. When every situation is good, we usually rejoice. ഐസ്ക്രീം ഒക്കെ കിട്ടുകയാണെങ്കിൽ, when we get some ice cream, എല്ലാ ദിവസവും വെഡിങ് പാർട്ടി ആണെങ്കിൽ, when there is wedding party every day, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് എന്നുകൊണ്ട് നല്ല സന്തോഷിക്കാനുള്ള സമയങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ഇന്നും നല്ല സന്തോഷത്തിന്റെ when there is some celebration, we are getting an occasion to wear good dresses and show everyone, then we say, this is a good day, we can rejoice. Okay, സാലറി കിട്ടുന്ന ആ ദിവസം ഒരു പ്രത്യേക സന്തോഷമല്ലേ? When we get our pay, then we are also rejoicing that day. ഇൻക്രിമെന്റ് കിട്ടുന്ന ആ ദിവസമാണെങ്കിൽ പറയാൻ വേണ്ട. When we get increment, we rejoice a lot. ജീവിതത്തിൽ ആനന്ദിക്കാൻ എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കാൻ നേരത്തെ പറയും, ഇന്ന് എനിക്ക് സന്തോഷത്തിന്റെ സെലിബ്രേഷൻ. When we get something, we say, this is the day I need to rejoice. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ തന്റെ സാഹചര്യങ്ങൾ ഒന്നും നന്നായിട്ടല്ല താൻ എഴുതുന്നത്. ഏറ്റവും ദുഃഖത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുമ്പോഴും പറയുകയാണ് വിശുദ്ധന്മാരോട്, സഹോദരന്മാരെ, ഞാൻ സെലക്ട് ചെയ്തത് എന്റെ ദൈവത്തോടു കൂടി ആനന്ദിക്കുവാനാണ്, നിങ്ങളും എന്നോട് കൂടെ ജോയിൻ ചെയ്യുക. When Paul wrote this verse, he was in a difficult situation, but still he says, I've decided to rejoice in the Lord. You, my believers, you also need to rejoice in the Lord. ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്? What is the circumstance that Paul was facing? ഫിലിപ്പി ലേഖനം 1 അതിന്റെ 12-13 വാക്യങ്ങൾ നാം പ്രകാരം വായിക്കുന്നു. Philippians chapter 1 verse 12 and 13. ഫിലിപ്പി ലേഖനം 1 അതിന്റെ 12-13. Philippians chapter 1 verse 12 and 13. നാം ഈ വാക്യത്തിൽ കാണുന്നത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത്. Brethren, I want you to know. അതിന്റെ 13ാമത്തെ വാക്യം, എൻ്റെ ബന്ധനങ്ങൾ. My circumstances that you should know. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, തനിക്ക് ഭവിച്ചത് തന്റെ ബന്ധനങ്ങൾ. കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് പറയാണ്, അത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീർന്നു. He says that whatever difficulty he is facing is for the furtherance of the gospel. സുവിശേഷം മുഖാന്തരം കാരാഗൃഹത്തിൽ ഇരിക്കുന്ന പൗലോസ്, Paul was put in the prison because of the gospel. അതിന്റെ 1-ാമത്തെ അധ്യായം 17ാമത്തെ വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. Chapter 1 verse 17 reads like this. മറ്റവരോ എന്റെ ബന്ധനങ്ങൾ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. The former proclaim Christ and out of selfish ambition, rather than from pure motives, thinking to cause me distress in my imprisonment. ടെൻഷൻ കൊടുക്കുവാൻ, തന്നെ ഇറിറ്റേറ്റ് ചെയ്യുവാൻ, തന്നെ വേദനിപ്പിക്കുവാൻ, തന്നെ ക്രിട്ടിസൈസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് വെളിയിൽ നിൽക്കുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, എന്താണ് 18ാമത്തെ വാക്യം, ഇതിൽ ഞാൻ സന്തോഷിക്കും, ഇനിയും സന്തോഷിക്കും. So there's a group of people standing outside the prison, causing distress for Paul when he was put in the prison. In that situation, Paul is telling, I'm going to rejoice in this situation. അവിടെ പൗലോസ് പറയുകയാണ്, അടുത്ത വാക്യം, അതിന്റെ 18ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും അവിടെയും ഞാൻ സന്തോഷിക്കുമെന്ന് പൗലോസിന്റെ ചിന്ത.
So Paul says, even if I have to pour out my blood for you, for the furtherance of the faith in you, then I would even do that rejoicingly. സഹോദരന്മാരെ, ജീവിതത്തിലെല്ലാം ഉള്ളപ്പോൾ അല്ല സെലിബ്രേഷന്റെ സമയം. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ദൈവത്തോടുകൂടെ നിന്ന് ജീവിതം ആനന്ദിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം. So when you don't have anything, that is the time you need to stand with Christ and rejoice in the Lord. സ്റ്റീവൻ കവി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, മനോഹരമായ പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്. Stephen Covey, he has written a beautiful book, 7 habits of highly effective people. In that he writes like this. അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ്, it is not what happened to us but how we react to it decide our future. എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതല്ല, അതിനോട് ഞാൻ തിരിച്ചെങ്ങനെ പ്രതികരിക്കുന്നു അതാണ് എൻ്റെ സന്തോഷത്തെ തീരുമാനിക്കുന്നത്. So it's not what happens to me but how I react to it, how I respond to the situation, that is what defines my joy. നാല് ഭാഗത്ത് നിന്നും പ്രഷർ, ടെൻഷൻ എന്ത് വരട്ടെ അതൊന്നുമല്ല എൻ്റെ വിഷയം. അതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുമോ അതാണ് എൻ്റെ സന്തോഷത്തെ തീരുമാനിക്കുന്നത്. Whatever kinds of tension and turmoil affects our life, how do we respond to it, that is what is important. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുപാട് അനുഭവത്തിന്റെ നല്ല സാക്ഷ്യങ്ങൾ പറയുവാൻ കഴിയും. All the children of God who are sitting in front of me have lot of experiences. ഒരുപാട് സ്ട്രെസ്സിന്റെ മുമ്പിൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന സാക്ഷ്യങ്ങൾ. You have testimony about how you went through stress and you trusted in the Lord. വചനത്തെ മുറുകെ പിടിച്ച അനുഭവങ്ങൾ. How you held on to the word of God. പ്രാർത്ഥിച്ച് മറുപടി സമ്പാദിച്ച സമയങ്ങൾ. How you confess the word and you got answers from the Lord. എല്ലാ പ്രശ്നങ്ങളുടെ മേലും ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെ അവിടെ സന്തോഷിക്കുവാനിടയായ നിമിഷങ്ങൾ. Even though you went through hard circumstances, how you trusted in the Lord and you overcame those situations. എന്ത് സംഭവിക്കുന്നു എന്നല്ല, അതിനോട് നാം റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. Whatever may be your circumstances, how you react to it is important. തിരുവല്ലായിൽ ഡോക്ടർ ജോർജ് സാമുവേൽ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്. There is a man of God by name George Samuel in ആ Tiruvalla. ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. I thank God for his life. തന്റെ ജീവിതം ഒരുപാട് വെല്ലുവിളിയിലൂടെ കടന്നുപോയൊരു ജീവിതമാണ്. He went through lot of difficult circumstances. ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിരുന്ന അദ്ദേഹം അതെല്ലാം വിട്ട് പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. He was a nuclear scientist. He gave up his job and started ministering. തനിക്ക് 2 ആൺമക്കളും ഒരു മകളുമാണുള്ളത്. He had 2 boys and a girl. ആ മൂത്ത മകൻ മരിക്കുന്നത് ഏകദേശം 32 വയസ്സുള്ള സമയത്താണ്. His eldest son went away from this world when he was 32 years old. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തന്റെ രണ്ടാമത്തെ മകൻ മരിക്കാൻ ഏകദേശം 27 വയസ്സുള്ള സമയത്താണ്. And his second son also passed away when he was 27 years ഈ old. 2 കുഞ്ഞുങ്ങളും ജനിച്ചപ്പോൾ തന്നെ ലോകത്തിൽ ആകെ 7 പേർക്ക് മാത്രമുള്ള വളരെ റയർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സിക്നസോട് കൂടിയാണ് ജനിക്കുന്നത്. His 2 sons were born into this world with the most complicated disease in their life. ഈ രോഗം പിടിച്ച കുഞ്ഞുങ്ങളെ കൊണ്ട് എല്ലാം തൊലിയുമായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഈ അപ്പനും അമ്മയും അവർ ഓരോ ദിവസം ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോയത്. So they cared for these 2 sons all through their life for 32 and 28 years, and these children were skinny children. എല്ലാ ദിവസവും ഡോക്ടർ പറയും ഒരു ദിവസം കൂടെ മാത്രമേ ഉള്ളൂ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും ജീവിച്ചു പോവുകയാണ്. Always the doctor said your children will not live long, maybe 2 days or a week. ഇത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്ന ദേവദാസൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കും. But this man of God, even though he faced all this difficult situation, he went around the world preaching the gospel. പലപ്പോഴും ഞാൻ പഠിപ്പിച്ച സെമിനാറിൽ അദ്ദേഹം വന്ന് പലപ്പോഴും പ്രസംഗിക്കും, വചനങ്ങൾ അദ്ദേഹം പങ്കുവെക്കും. This man of God came to the seminary where I taught and he also shared the word. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെല്ലാം അദ്ദേഹം പങ്കുവെക്കും. He used to share his experiences. തന്റെ വേദനകളെല്ലാം അദ്ദേഹം തുറന്നു പറയും. He openly shared about the difficult circumstances he faced. താൻ പറയും അവിടെ. He also told about the suffering his children went through. അതെല്ലാം പറഞ്ഞതിന് ശേഷം ചിരിയുള്ള ആ മനോഹരമായ മുഖത്ത് ദേവദാസൻ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയും, I chose to be happy. So after saying about all the difficulties he faced, he always says this verse, I choose to be happy. എന്തെല്ലാം വീട്ടിൽ വേദനകളാണെങ്കിലും അതിന്റെ മധ്യത്തിൽ ഞാൻ സന്തോഷിക്കുവാൻ ഞാൻ ഡിസൈഡ് ചെയ്തു, അത് ഞാൻ തെരഞ്ഞെടുത്തു. ഒരു പ്രഷറിനും എന്റെ ആനന്ദം എന്നിൽ നിന്ന് എടുത്തു കളയുവാൻ സാധ്യമല്ല. Even though this man of God went through hard circumstances, he chose to be happy. Nothing could waver him from the faith in God. ഇന്ന് പകൽക്കാലം വാത്സല്യ സഹോദരങ്ങളെ, ജീവിതത്തിലെ ടെൻഷൻ എത്ര മാത്രമാകട്ടെ, ഓരോ
ദിവസവും പറയുവാൻ വേണ്ടി സാധിക്കണം, ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ, ഞാൻ എൻ്റെ യേശുവിനോടുകൂടെ, ഞാൻ എൻ്റെ ദൈവത്തോടുകൂടെ, അവനോടുകൂടെ യാത്ര ചെയ്യും, അവനിൽ ഞാൻ ആനന്ദിക്കും. Whatever may be the difficult circumstances you go through, you should always cling on to God and say, I will go on with the love of Jesus. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യൂണിവേഴ്സിറ്റിയും ഒരുപാട് വർഷങ്ങൾ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും എല്ലാം പഠിച്ചവരായിരിക്കുന്നത്. Many of you have gone through studies through your school and university. എനിക്കറിയാം നിങ്ങളെല്ലാം പഠിക്കാൻ നല്ല മിടുക്കരാണെന്ന് എനിക്ക്. You all do well in your studies, I know. എക്സാം ഒരു പ്രത്യേക ത്രില്ലായിരുന്നല്ലേ? Writing exam especially we enjoy it. ഈ തലവേദന എങ്ങനെയൊന്ന് മാറിക്കിട്ടിയാൽ, When we go write exam, we always think, oh my God, this headache, when will it finish? ഉറങ്ങാൻ വയ്യാത്ത രാത്രികൾ, Sleepless nights, 12 വർഷം സ്കൂളിൽ, 12 years in school, പിന്നെ എത്ര വർഷം യൂണിവേഴ്സിറ്റി, how many years in the university, അത് കഴിഞ്ഞ് പിന്നെ എത്ര വർഷത്തെ പഠിത്തം, again study. അല്ല എന്തിനാ ഇത്രയും കാണിച്ചേ? Why did you study this much? എന്തിനാ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടു? What is the use? ഇത് എന്തിനു വേണ്ടിയാണ് ഇത്ര ഉറക്കളച്ചത്? Why did you go through these sleepless എന്തിനു nights? വേണ്ടിയാണ് ഇത്ര ടെൻഷൻ എടുത്തത്? Why did you take up all this tension? ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എന്താണ് മോട്ടിവേഷൻ ആയത്? What is the motivation behind you going through all this? എല്ലാ ഹാർഡ് വർക്കിന്റെ സമയത്ത് അവസാനം നിങ്ങൾക്കറിയാം മനോഹരമായ ഒരു ദിവസം വരുന്നുണ്ട്, ഒരു ഗ്രാജുവേഷൻ ഡേ വരുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യുന്ന ഒരു ദിവസം വരുന്നുണ്ട്, നല്ല ജോലി കിട്ടുന്ന ദിവസമുണ്ട്, കൈ നിറയെ ശമ്പളം വാങ്ങിക്കുന്ന ദിവസമുണ്ട്, മനോഹരമായ സ്വപ്നങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ ഹാർഡ് സിറ്റുവേഷൻ അതൊന്നുമില്ല എന്ന് ഗ്രഹിക്കുവാനിടയായി തീർന്നു. Even though we go through hard time when we write exams, still we don't give up that, but we hold on and we press on towards the end, because thinking of the graduation day and the good job that we are going to get and the good pay that will come to our hands. പഴയ നിയമത്തിൽ യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. There was a man by name Jacob in the Old Testament. എല്ലാവർക്കും നന്നായിട്ട് അറിയാം. You all know him very well. നിങ്ങളുടെ പ്രിയപ്പെട്ട കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം എന്ന് എനിക്കറിയാം. I know he's your favorite candidate. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കുവാൻ ഇഷ്ടമാണ്. I know you like to talk a lot about him. പക്ഷേ അദ്ദേഹത്തിന്റെ ജോലി അത്ര സുഖമുള്ള ജോലിയല്ലായിരുന്നു. His job was not a good job. തന്റെ ജോലി എന്ന് പറയുന്ന ആടിനെ തീരുന്ന പണിയായിരുന്നു. He was a shepherd. It was not a good job. ആടിനെ തീരുന്ന നല്ല പണിയാ, അമ്മായിപ്പന്റെ ആടിനെ തീരുന്നതാണ് ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത്. So he had to feed the sheep of his father-in-law. That was the most difficult job. അങ്ങനെ അമ്മായിപ്പന്റെ ആടിനെ തീറ്റിക്കൊണ്ട് മരുഭൂമിയിൽ കൂടെ നടക്കുന്ന ഒരു ലൈഫായിരുന്നു. ഡേ ആൻഡ് നൈറ്റ് ഹാർഡ് വർക്കിന്റെ ദിവസമായിരുന്നു. So Jacob had a very hard life. He had to feed the sheep of his father-in-law and he had to face the circumstances in the wilderness. എന്നാൽ ഈ ആടിനെ തീറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വായിക്കൂടെ ഒരു മൂളിപ്പാട്ട് വന്നുകൊണ്ടിരിക്കും. So even though he was walking in the difficult situation, still he used to sing a song. ഇടയ്ക്കിടയ്ക്ക് ഒരു മൂളിപ്പാട്ട് അദ്ദേഹത്തിന്റെ വായിക്കൂടെ വരും. He always used to hum a song. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കിയ ഒരു പ്രത്യേക ജീവനുണ്ട്. And there is special light in his eyes. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. Many things you can read in his face. അല്ല യാക്കോബ്, എന്താ നിനക്ക് ഇത്രമാത്രം ഉത്സാഹം? Somebody could ask him, why are you so happy? Why are you so happy? അവൻ 7 വർഷം കിടന്ന് അധ്വാനിക്കുക. 7 years he went through hard time. 7 വർഷം അധ്വാനിക്കുന്നത് മുഴുവൻ 7 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ഗിഫ്റ്റ് ഓർത്തോണ്ട. So 7 years he went through this hard situation, thinking of the final gift that he's going to get after 7 years. പക്ഷേ 7 വർഷം കഴിഞ്ഞപ്പോൾ അത് കിട്ടിയില്ല. So after 7 years he did not get that gift. അമ്മായിപ്പൻ തന്നെ കളിപ്പിച്ചു. His father-in-law cheated him. അത് കഴിഞ്ഞിട്ട് 7 വർഷം കൂടെ പിന്നെ അദ്ദേഹം കിടന്ന് പണിയെടുക്കുക. Again he worked for 7 years. 14 വർഷം ഈ യാത്ര താൻ തുടർന്നുകൊണ്ടിരിക്കുക. 14 years he went through this hard job. 14 വർഷം തന്റെ പാർട്ണറായ റേച്ചലിനെ കിട്ടുവാൻ വേണ്ടിയുള്ള യാത്രയാണ്. He was trying to do this hard job just to get his love. ഈ 14 വർഷത്തെ കുറിച്ച് വചനം എഴുതുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 20:29 അതിന്റെ 20-ാമത്തെ വാക്യം. Genesis chapter 29 verse 20. 29 verse 20. ഉൽപ്പത്തി പുസ്തകം 29 അതിന്റെ 20-ാമത്തെ വാക്യം. എത്ര കാലം പോലെ വന്നേ? 7 വർഷം, അതിന്റെ കൂടെ അടുത്ത ഒരു 7 വർഷം, 14 വർഷത്തെ ഹാർഡ് ജോബിനെ കുറിച്ച് പറയാണ്. അത് അല്പകാലം പോലെ തനിക്ക് തോന്നിയെന്ന്. So Jacob served 7 years for Rachel and they seemed to him
but a few days because of his love for her. വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് അനുഭവിക്കുന്ന വേദനയല്ല, അതിനപ്പുറത്തുള്ള സന്തോഷം കാണുവാൻ വേണ്ടി സാധിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കും. All the difficulties that we face today, we can consider it as nothing if you know where our goal is and what we are reaching for. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്. Hebrews chapter 12 we read like this. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറയുകയാണ്. In verse 2 it talks about Jesus. അവൻ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുകയാണ്. Jesus endured the cross, despising the shame, and has sat down at the right hand of the throne of God. അല്ല യേശുവേ, എങ്ങനെയാണ് ഈ ക്രൂശിനെ നിനക്ക് സഹിക്കാൻ സാധിച്ചത്? We can ask Jesus, how could you endure this cross? എങ്ങനെയാണ് ഈ മുൾക്കിരീടം നിനക്ക് ചൂടുവാൻ സാധിച്ചത്? How could you wear that crown of thorns on your head? നിന്റെ കയ്യിലും കാലിലും അടിച്ച ഈ ആണിയുടെ വേദന നീ എങ്ങനെയാണ് ബെയർ ചെയ്തത്? How could you bear the pain of the thorn that was ആ hitting you? വേദനയിലൂടെ കടന്നു പോകുമ്പോൾ താൻ ആ വേദനയല്ല കാണുന്നത്, അതിലൂടെ വിശ്വാസത്തിലേക്ക് വരുന്ന നിത്യജീവൻ പ്രാപിക്കുന്ന കോടാനുകോടി വിശുദ്ധന്മാരെ കണ്ടപ്പോൾ ആ ക്രൂശിനെ സഹിക്കുവാൻ ആ യേശുവിന് കൃപ ലഭിച്ചു. He looked at the end to all the people who would believe in him and get the eternal life that was gifted to all those who believe in Jesus Christ. That's how he could endure the cross and the sufferings. വാത്സല്യ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സാഹചര്യം എന്ത് സ്ട്രഗിൾ ആയിരുന്നാലോ അതിനപ്പുറമായുള്ള സന്തോഷം കാണുവാൻ, അതിനെ കണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. In this Christian life you may face many difficult circumstances, but you can go on and move on facing all the circumstances, looking at the end how we are going to be with Jesus. എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ് ആണോ സന്തോഷത്തിന്റെ അൾട്ടിമേറ്റ് കോസ് ആയിട്ടിരിക്കുന്നത്? Is it the material benefits that gives you the real joy in your life? ഈ ഭൂമിയിലെ എന്തെങ്കിലും താൽക്കാലിക ലാഭമാണോ ഏറ്റവും വലിയ ആനന്ദമായിരിക്കുന്നത്? Is it the profit that you get in this world that is making you happy? അല്ല, മിനിസ്ട്രിയിലെ സക്സസ് ആണോ ഏറ്റവും സന്തോഷമായിരിക്കുന്നത്? Is it the success in ministry that is keeping you happy? യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, എങ്കിലും അതിലല്ല, നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുക. Jesus told his disciples, you should rejoice because your names are written in the book of life. ആ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. All the people who have that joy, please raise your hand and ലോകത്തിലെ thank God. ഏത് സന്തോഷത്തെക്കാൾ ആനന്ദിക്കുവാൻ വകയുള്ളത് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. More than anything that you can rejoice in the world. ഞാൻ In this world, യേശുവിന്റെ മകനാണ്. I am the child of God. എത്ര പേർക്ക് പറയാൻ വേണ്ടി കഴിയും ഞാൻ യേശുവിന്റെ മകളാണ്? How many you can say I am the child of God? ഞാൻ എന്റെ യേശുവിനോട് കൂടെ എന്നുമെന്നുമായിരിക്കും. I am going to live with Jesus eternally. ആ പ്രത്യാശയാണ് ഒരു ദൈവ പൈതലിനെ വീണ്ടും മുൻപോട്ട് നയിക്കുന്നത്. That is a hope that can lead us on. പലപ്പോഴും എന്താണ് നമ്മുടെ സന്തോഷം എടുത്തു കളയുന്നത്? What is the thing that takes away the joy in our life? എന്താണ് നമ്മുടെ ഹൃദയത്തിലെ ആനന്ദം എടുത്തു കളയുന്നത്? What takes away the joy in our life? നമ്മുടെ പിള്ളേരെല്ലാം പഠിക്കാൻ നല്ല മിടുക്കരല്ലേ? Our children study, they do their studies well. എല്ലാം നല്ല ടോപ്പ് ലെവലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. I think we have children who all do their studies very well. അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ്. All our children, they do their studies well. ഇവർക്ക് ഇവിടുത്തെ കാര്യം അറിയത്തില്ല, നാളെ കാര്യം. ഈ പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസം ഇവർക്ക് ഭയങ്കര സന്തോഷം. എല്ലാ എ പ്ലസ് കിട്ടുന്നത് വലിയ സന്തോഷം. So when they get the results, if it is all good grades, then they are very happy. 91, 92, 93, 94, 5 ഒക്കെ കിട്ടുന്ന നേരത്തേക്ക് അവർ ഭയങ്കര ആനന്ദമാണ്. They are all happy when they get good grades. ഇത് കാണിച്ചുകൊണ്ട് പേപ്പറിലെ എക്സാം ഷീറ്റും കാണിച്ചുകൊണ്ട് ഇവരെല്ലാ കൂട്ടുകാരെ കൊണ്ട് കാണിക്കും. സി ഐ ഗോട്ട് 95, 96, 97. വലിയ സന്തോഷം അവർക്ക്. So when they get good grades, they are happy to show everyone. പക്ഷേ ഇവരുടെ സന്തോഷം മുഴുവൻ താഴെ പോകും. All their joy will go away. എപ്പോഴാണെന്ന് അറിയോ? Do you know when? അപ്പം ചോദിക്കും, അതൊരു കാര്യമാണ്. മറ്റൊരു കാര്യമുണ്ട്, ഏതെങ്കിലും കൂട്ടുകാർക്ക് അവരെക്കാളും ഒരു മാർക്ക് കൂടുതൽ കിട്ടിയാൽ എല്ലാം തീർന്നു. When the joy of the child will go away when he comes to know that another person in the class got more marks than him. ഈ മോനെ മോക്ക് ഒരുപാട് അനുഗ്രഹമുണ്ട്, മിടുക്കനാണ്, എല്ലാം കഴിവുണ്ട്. പക്ഷേ തന്റെ സന്തോഷം മുഴുവൻ പോയത് എപ്പോഴാന്ന് ചോദിച്ചാൽ കൂട്ടുകാരന് തന്നെക്കാൾ ഒരു ശകലം കൂടെ കൂടുതൽ കിട്ടി. A student, he will rejoice at his grades, but when he knows that a co-student has got more grades, better grades, then all his joy will vanish. നമുക്ക് എല്ലാവർക്കും നല്ല ജോലിയുണ്ട്.
We all have good jobs. നല്ല ശമ്പളമുണ്ട്, You have good pay. നല്ല കാറുണ്ട്, You have a good car. നല്ല വാഹനമുണ്ട്, You have many cars. നല്ല വീടുണ്ട്, You have a good അതിലെല്ലാം ഒരുപാട് house. ആനന്ദമുണ്ട്. There's lot of joy in പക്ഷെ that. വലിയ സന്തോഷം പോകുന്ന എപ്പോഴാണെന്നറിയോ? When do you know you lose your joy? എന്റെ കൂട്ടുകാരൻ അതിനേക്കാൾ അടുത്ത ഗ്രേഡിലേക്ക് മാറിയപ്പോൾ. When your friends have a better thing than you. നമുക്കില്ലാഞ്ഞിട്ടല്ല, It's not because we don't have. നമുക്കൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, Not because we don't have. നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി അവിടെ ഞാൻ തോന്നുന്നു ഞാൻ ലോ അവൻ ഹൈ എന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷം മുഴുവൻ പോയി. So when we compare ourselves with others, then we try to evaluate ourselves and we think that we are too small in front of ഈ others. കമ്പാരിസൺ ഒന്ന് എടുത്ത് ദൂരെ കളയാം. You need to take away this നമ്മുടെ kind of സന്തോഷം comparison. എടുത്ത് കളയുന്ന എല്ലാ കമ്പാരിസണും ഒന്ന് എടുത്ത് ദൂരെ കളയാം. Take away every comparison ദൈവം that തന്ന you have in നന്മകളെ your ഓർത്ത് life. അൽപ്പസമയം ദൈവത്തിന് നന്ദി പറയാം. Thank God for all the blessings ദൈവം God ചെയ്ത has given അനുഗ്രഹങ്ങളെ us. ഓർത്ത് അല്പസമയം നന്ദി പറയാം. For all the blessings God has given us. ദൈവം കൊണ്ടുവന്ന നല്ല വഴികളെ ഓർത്തുകൊണ്ട് അല്പസമയം സ്തോത്രം The ചെയ്യാം. ways that the Lord has led നമുക്ക് us, let us സന്തോഷിക്കുവാൻ rejoice in the ഒരുപാട് Lord. വകയുണ്ട്. ചോദിച്ചാലും നനച്ചാലും അത്യന്തപരമായി അവൻ നന്മ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചനാൽ നമുക്ക് The സന്തോഷിക്കാം. Lord has blessed us with many blessings, more than what we can imagine or think. 4-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചാട്ട്. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ. Philippians chapter 4 verse. Amen. I know Hallelujah. how to get along with humble means, and I also know how to live in prosperity. In any and every circumstance, I have learned the secret of being filled and going hungry, both of having abundance and suffering need. ഞാൻ ചെറുപ്പത്തിൽ നാട്ടിലായിരിക്കുന്ന ആ സമയത്ത് When I was in India, ഞങ്ങളെ സ്കൂളിൽ നടന്നാ പോകുന്നത്. I used to walk to my school. നിങ്ങളെല്ലാവരും കാറിൽ പോയത് നല്ല കാര്യം, പക്ഷെ ഞാൻ പോകുന്നത് നടന്നായിരുന്നു. You all went in cars, but I know I went അന്നേരം രാവിലെ walking. നടന്നു പോയിട്ട് വൈകിട്ട് തിരിച്ച് നടന്നു വരും. We had to go to school and come back by walking. സ്കൂളിൽ പോയി നടന്നു വരുന്ന ഒരു ത്രില്ല. It was a thrill for me to go to അതിന്റെ school. ഒരു കാര്യം എന്ന് പറയുന്ന നേരത്തെ രാവിലെ പോകാൻ നേരത്തെ ഞങ്ങളുടെ വലിയൊരു നിഴലുണ്ട്. So in the morning when I go to school, I like to observe the shadow. വൈകിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മറ്റൊരു വലിയ നിഴൽ അങ്ങോട്ട് വന്നു. In the evening also there's a shadow following me. അന്നേരം ഞങ്ങളുടെ കൂട്ടുകാർ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത് ചാടുകയാണ്. ഞങ്ങളുടെ ഷാഡോയുടെ തലയിൽ ഒന്ന് ചവിട്ടണം, അതാണ് ഞങ്ങളുടെ ത്രില്ല്. So when we come back from school, we try to jump on the head of our shadow. ഞങ്ങൾ ഈ ചാട്ടമാണ് രാവിലെ മുതൽ സ്കൂളിൽ എത്തുന്നിടം വരെ ചാട്ടമാണ് ഈ ഷാഡോയുടെ തലയിൽ ഒന്ന് ചവിട്ടണം. So we keep jumping on our shadow and we reach our school. ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്തെ ഈ ചാട്ടം തന്നെയാണ് ഈ ഷാഡോയെ അതിന്റെ തലയിൽ ഒന്ന് ചവിട്ടാൻ വേണ്ടി. So while returning also we attempt the same thing. ഞങ്ങളുടെ പിള്ളേരുടെ വിചാരം ആ തലയിൽ ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ ലോകം മുഴുവൻ പിടിച്ചടക്കി എന്നുള്ള ഒരു ആനന്ദം. So as little children we thought if we can stamp on the head of the shadow that is following us, that is a big thing to achieve. പക്ഷെ ഒരു സത്യം പറയാം, ഇത്രയും കാലം ചാടിയിട്ടും ഇതുവരെ അതിന്റെ തലയിൽ ചവിട്ടാൻ സാധിച്ചിട്ടില്ല. So all these years I've been trying but I failed. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഓരോ സ്റ്റെപ്പ് ഞാൻ മുൻപോട്ട് പോകുമ്പോൾ അത് പിന്നെയും പിന്നെയും എന്നെ വിട്ട് ഓടിക്കൊണ്ടിരിക്കും. The more I keep moving forward, my shadow keeps moving and ഞാൻ I can എത്ര never എഫക്ട് stamp on it. ചെയ്താലും അത് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കും. The shadow keeps following me but I cannot never stamp on the head of my എന്നാൽ ഒരു നല്ല shadow. കാര്യം ഞാൻ പറഞ്ഞു തരാം. One thing I want to say, ഈ ചാട്ടം അങ്ങോട്ട് ചാടുന്നതിന് പകരമായിട്ട് ഒന്ന് പുറകോട്ട് തിരിഞ്ഞോടിയാൽ നിങ്ങൾ ഓടുന്ന സ്പീഡിൽ നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടിരിക്കും. turn your direction and start running in the opposite direction. The shadow will follow ഈ you. ഷാഡോയെ ഒന്ന് വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് ലക്ഷ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞാൽ അത് പുറകെ വരുന്നത് നിങ്ങൾ കാണുവാൻ വേണ്ടി. So if you change your focus and run in the opposite direction, the shadow അതുകൊണ്ടല്ലേ will follow ദൈവവചനം you. പറയുന്നത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്റെ പിന്നാലെ വരും. All goodness shall follow you all the days of your life. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. Goodness and mercy shall follow you all the days of your life. പകൽക്കാലം നമ്മുടെ സന്തോഷം എടുത്തു കളയുന്ന What is taking out the joy in our hearts? നമ്മുടെ ജീവിതത്തിൽ ആനന്ദം എടുത്തു കളയുന്ന എന്താണ്? What is the thing that takes away the joy in our lives? മായയാകുന്ന ലോകത്തെ പിടിച്ചടക്കുവാൻ വേണ്ടി നാം ഓടും തോറും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്നേക്കും നഷ്ടപ്പെടും. All the things of vanity that we try to achieve, that is the thing that takes away the joy in our എന്നാൽ life. മായ ഇതിനെ മുഴുവൻ വിട്ടുകൊണ്ട് ഒരു നിമിഷം ക്രിസ്തുവിനെ നോക്കി ഓടുവാൻ ശ്രമിച്ചാൽ ആ സന്തോഷം പുറകെ വരുന്നത് കാണുവാൻ വേണ്ടി If കഴിയും. you give up chasing vanity but you run in the opposite way trying to reach Christ, then you will be happy. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു കണ്ടന്റ്മെന്റിൽ എത്തുവാൻ വേണ്ടി We സാധിക്കുന്നില്ല. need to reach a contentment in our life. മതി എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എത്തുവാൻ We need to സാധിക്കുന്നില്ല. reach a stage when you say it is enough. ഷാഡോയെ പിടിച്ചടക്കുവാൻ
വേണ്ടി ഓടും തോറും ടെൻഷനും ഭാരവും മാത്രം ബാക്കി The നിൽക്കുകയാണ്. more we try to reach the head of our shadow, the tension and the difficult situations increase. കേരളത്തിലുള്ള ഒരു ആന്റിയുടെ കഥ കൂടെ കേട്ടതോടുകൂടെ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി I താല്പര്യപ്പെടുകയാണ്. like to talk about the story of an ആന്റി ant. വളരെ ഇന്റീരിയർ വില്ലേജിലാണ് താമസിക്കുന്നത്. This ant was living in an interior village. അവരുടെ നാട്ടിൽ കൂടെ ബസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. There was no buses traveling in their village. അവരുടെ ബസ്സിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട്. They heard a lot about the bus. അവരുടെ റൂട്ടിലെങ്ങാണ്ട് ഒരു ബസ് ആദ്യമായിട്ട് വരുന്നതെങ്ങാണ്ട് ഇങ്ങനെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. First time they heard, she heard that the bus was introduced in the village. ബസ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കേറിയിട്ടില്ല. That ant had never seen a bus and never got into a bus. പക്ഷേ ആ ബസ്സിൽ വന്നവരെല്ലാം ഇങ്ങനെ വന്ന് കഥകൾ പറയാൻ വേണ്ടി തുടങ്ങി. ബസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതിങ്ങനെയാണ് കറങ്ങുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ അകത്തെ സുഖം, ഇതെല്ലാം കൂടെ പറഞ്ഞപ്പം ആ ആന്റി അങ്ങ് ഭയങ്കര എക്സൈറ്റഡ് ആയി. So all these days ant who was walking heard about this bus, and many people who traveled in the bus came and told her about their experiences. അന്നേരം മുതൽ എങ്ങനെയല്ലോ ഒന്ന് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയുള്ള ആഗ്രഹം. So she wanted to get into the bus. അവസാനം പിള്ളേർ വിചാരിച്ച് ചാകുന്നതിന് മുമ്പേ വല്യമ്മച്ചിയുടെ ആഗ്രഹം ഒന്ന് തീർത്തു കൊടുത്തു. So her children thought that maybe we should take our grandma into that bus. അവസാനം കിലോമീറ്ററുകൾ കാട്ടിൽ കൂടെ നടന്ന് ബസ് സ്റ്റോപ്പിൽ അവിടെ വന്നു. So they walked through the woods and they came to the bus stop. ഒരുപാട് മണിക്കൂറിലെ കാത്തിരിപ്പിന് ശേഷം ബസ് വന്നു. After waiting for many hours the bus came. അതിനുശേഷം ചാടി ബസ്സിൽ കയറി. She got into the bus. ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര തിക്കും തിരക്കുമാണ്. There was lot of rush in the bus. അമ്മച്ചി അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. This Amachi started fighting with everyone. സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള പിടിയാണ്. She was trying to sit down. ആദ്യം ബസ് കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ബസ് കണ്ടു. So first her desire was to see a bus and she saw. ബസ്സിൽ ഒന്ന് കയറണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അതും നടന്നു. Then her desire was to get into the bus. Even that happened. അത് കഴിഞ്ഞ് അടുത്ത പ്രശ്നം ഇപ്പം തുടങ്ങി. Then a new thing happened. ഇനി ഇരിക്കാൻ ഒരു പെർമനന്റ് കസേര കിട്ടണം. She wanted a seat to sit down. ബസ്സിന്റെ അകത്ത് കിടന്ന് വഴക്കാ. She started fighting with the co-travelers. പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. She kept pushing all the co-travelers. ഇരിക്കാൻ ഒരു കസേര കിട്ടി. Then finally she got a place to sit. 2 മിനിറ്റ് കഴിഞ്ഞപ്പം ബെല്ലടിച്ചു. അമ്മച്ചിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയി. So after 2 minutes she had to get down. അവസാനം തിരിച്ച് വീട്ടിൽ വന്നു. She came back home. നാട്ടുകാരെല്ലാം ചോദിച്ചു അമ്മച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ബസ് യാത്ര? So everybody asked Ammachi, how was your travel in the bus? എന്തായിരുന്നു എക്സ്പീരിയൻസ്? What was your experience? അമ്മച്ചി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. Ammachi explained everything. അവസാനം ഒരു കാര്യം പറഞ്ഞു. In the end she told one thing. ഈ യാത്ര ഇത്രയും ചെറുതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രമാത്രം വഴക്ക് ഞാൻ ആ ബസ്സിൽ ഇരുന്ന് ഉണ്ടാക്കത്തില്ല. If I knew the travel was so short, then I wouldn't have fought that much in the bus. എൻജോയ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഒരു നല്ല ജീവിതം. The life is something that God has gifted to rejoice. ടെൻഷൻ അടിച്ച് തീർക്കുന്ന ഒരു ജീവിതം. So we don't rejoice in this life. We start taking all the tension and move forward. ഈ ജീവിതം പെട്ടെന്ന് തീരും. Our life is short. ഈ ജീവിതം ഒരു ചെറിയ ജീവിതമാണ്. Our life is short. ഈ ജീവിതം വളരെ ചെറിയ ജീവിതമാണ്. This is a very short life. സാഹചര്യം എന്ത് തന്നെ ആയിരിക്കട്ടെ. Whatever may be the circumstance. കർത്താവിനോട് കൂടെ നമുക്ക് യാത്ര ചെയ്യാം. We need to travel, move on with Jesus. കർത്താവിനോട് കൂടെ നമുക്ക് യാത്ര ചെയ്യാം. We need to move on with Jesus. ഈ ഒരു മൂവ്മെന്റ് കർത്താവിനോട് കൂടെ നമുക്ക് സഞ്ചരിക്കാം. We need to go on with Jesus and he is the one who will lead us on. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം എന്താണ് നമ്മുടെ പ്രയോറിറ്റി? What is our priority in life? നമ്മുടെ സന്തോഷം എടുത്ത് കളയുന്നത്? What is the things that take away the joy in our life? സ്വസ്ഥത നശിപ്പിക്കുന്നത്? What is the thing that destroys our joy? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം എടുത്ത് കളയുന്നത്? What is it that takes away the joy in our life? അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് പോലെ കണ്ടന്റ്മെന്റ് ഉള്ളതുകൊണ്ട് സംതൃപ്തമാകുവാനുള്ള ഒരു ജീവിതം ഇന്ന് പകൽക്കാലം നമുക്ക് ഉണ്ടാകട്ടെ. Let God give us a life of contentment. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us close our eyes and pray. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Let us thank God for all the blessings he has given us. നന്മകൾ ദൈവം ഇന്ന് പകൽക്കാലം തന്നിട്ടുണ്ട്. How many blessings God has given us. അല്പസമയം ദൈവം തന്ന ആരോഗ്യത്തിനായി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Let us thank God for the good health God has given us. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാലിൽ നടന്നു വരുവാൻ, നമ്മുടെ സ്വന്തം വണ്ടി ഓടിച്ച് വരുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയില്ലേ? The Lord has helped us to come in our own cars. He gave us energy to drive our cars. സുജിപാസ് പറഞ്ഞപ്പോൾ ഓർപ്പിച്ചതുപോലെ പല രാജ്യങ്ങളായിരുന്നു നമ്മളെ ഇവിടെ വരെ ദൈവം കൊണ്ടുവന്നില്ലേ? അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. How Siju pastor said, the same way God has made us to go through different countries and made us to finally reach here. ദൈവം നല്ലൊരു ജോലി തന്നില്ലേ? അല്പസമയം ആ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Did God not give you a good job? Let us thank God for it. അല്പസമയം ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. Think about the blessings and thank God. ഇല്ലാത്തതിനെ ഓർത്ത് കരയുവാനല്ല, ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുവാൻ. You should not cry about the things that you do not have.
കാരാഗ്രഹമായിരിക്കട്ടെ, ഇരുട്ടറയായിരിക്കട്ടെ, ബന്ധനമായിരിക്കട്ടെ, അതിന്റെ എല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം You ചെയ്യുവാൻ. may be facing prison or you may be facing some kind of darkness, but you need to rejoice in the ഇന്ന് situation. പകൽക്കാലമായി യേശുവിനോട് കൂടെ നിൽക്കുക. സമൃദ്ധിയായ ജീവൻ അവൻ നമ്മുടെ മേൽ അവിടുന്ന് പകരുവാനിടയായി തീരും. Stand with Jesus and he will bless us with abundant life. നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനം ഇതായിരിക്കട്ടെ, ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. Let us make a decision. I will rejoice in the Lord ഞാൻ all the എല്ലാ days of my ദിവസവും ദൈവത്തിന് സ്തോത്രം കൊടുത്തുകൊണ്ടിരിക്കും. I will praise the Lord all the days of my life. ദൈവത്തിന്റെ നന്മകൾക്കായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. I will thank God continually. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Let നിൽക്കാം. us stand in the presence of God. അടുത്ത ആഴ്ച ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുന്ന The സമയമാകട്ടെ. next week that is following, we will travel and go on with ആ Jesus. കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുന്ന We സമയമാകട്ടെ. are going to move on with Jesus. എല്ലാ നാളിലും ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ദിവസമാകട്ടെ. Let every day be a day when we thank God ആ for the blessings. യേശുവിനെ നോക്കുന്നവരുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും. Those who look unto Jesus will be filled with the joy ആ of the യാക്കോബിനെ Lord. പോലെ മുമ്പിലുള്ള പ്രതീക്ഷ ആ സ്വർഗമായിരിക്കട്ടെ. Let eternity be the goal that we need to keep ആ in front യേശുവിനെ of us. പോലെ ക്രൂശ് സഹിക്കുവാൻ അനേക ആത്മാക്കളെ കാണുന്ന ആനന്ദം ഇന്ന് പകൽക്കാലം നിറയട്ടെ. Jesus was able to face the cross thinking of the goal that he had, that is to bring the others to the eternal home. ഒരു നിമിഷം ശാന്തമായിട്ട് ചിന്തിച്ചാട്ട് എന്റെ സന്തോഷം എടുത്തു കളഞ്ഞത് എന്താണ്? Think about what is taking away the joy from your heart. മറ്റാർക്കും നമ്മുടെ സന്തോഷം എടുത്തു മാറ്റുവാൻ സാധ്യമല്ല. Nobody that can take away the joy from നമ്മുടെ our heart. അനുവാദം കൂടാതെ, നമ്മുടെ പെർമിഷൻ കൂടാതെ, നാം അനുവദിക്കാതെ നമ്മുടെ ഹൃദയത്തിന്റെ ആനന്ദം എടുത്തു കളയുവാൻ ഒന്നിനും സാധ്യമല്ല. Without our permission, nobody can take away the joy from our heart. കർത്താവിൽ ഒരുമിച്ച് സന്തോഷിക്കാം. Let us rejoice in the Lord together. കർത്താവിൽ ആനന്ദിക്കാം. Let us rejoice in the Lord എല്ലാ together. ദിവസവും ക്രിസ്തുവിനോടുകൂടെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള സമയമാകട്ടെ. Let us live a life thankfully in the presence of നമുക്ക് God. ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം Let കൊടുക്കാം. us sing a song and ഞാൻ worship the യഹോവയെ Lord. എല്ലാ നാളിലും വാഴ്ത്തിടും. I will rejoice and bless the Lord all the days of my എപ്പോഴും life. എന്റെ നാവിന്മേൽ His ഉണ്ട്. praises shall continually be in my അവന്റെ സ്തുതി mouth. എപ്പോഴും എന്റെ നാവിന്മേൽ ഉണ്ട്. His praises shall be continually in my അവന്റെ mouth. നന്മകളെ ഓർത്തുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് നിന്നാട്ട് Let us praise and thank God for the blessings in our ഒരുമിച്ച് life. പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. Let us praise and worship God. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും നാവിന്മേലുണ്ട്. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമൻ തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരത്തീരും. ആയവർ മുഖം തെല്ലും ഹല്ലേലൂയ. ആമൻ തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരത്തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കലുകൊണ്ട്. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമൻ യാഹ് നല്ലവൻ, അവെ ആസ്വദിച്ചറിയും. തന്നിൽ ആശ്രയിച്ചിടുന്നു ഭാഗ്യമേറിയോ. ആമൻ യാഹ് നല്ലവൻ, അവെ ആസ്വദിച്ചറിയും. തന്നിൽ ആശ്രയിച്ചിടുന്നു ഭാഗ്യമേറിയോ. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. നീതിമാന്മാരിനപേക്ഷ കേട്ടിടും നീ ദൈവം. കഷ്ടതയിലുറ്റ സഖിയുത്തരിക്കും. ആമേൻ. നീതിമാന്മാരിനപേക്ഷ കേട്ടിടും നീ ദൈവം. കഷ്ടതയിലുറ്റ സഖി ഉത്തരിക്കുന്നു. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ നീതിമാന്മാരിന്നർത്ഥമേറിടുന്നു ദൈവം. കഷ്ടതയിലുറ്റ സഖിയുത്തരിക്കുന്നു. നീതിമാന്മാരിനപേക്ഷ കേട്ടിടുന്നു ദൈവം.
കഷ്ടതയിലുറ്റ സഖിയുദ്ധരിക്കുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടും. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടും. എന്റെ മനസ്സം പ്രിയനിൽ ആരാധിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആരാധിക്കുന്നു. ലോകത്തിൽ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വെക്കും. എന്റെ ദൈവം എന്റെ ആശ്രയം എത്രയുത്തമം. ലോകത്തിൽ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വെക്കും. ദൈവം എന്റെ ആശ്രയം എത്രയുത്തമം. എന്റെ ഉള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. മനസ്സം പ്രിയനിൽ ആനന്ദം. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദം. തന്നിൽ മാത്രം നോക്കിടുന്ന ശോഭിതരത്തി ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുന്ന ശോഭിതരത്തി ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിലാണ്. ഞാൻ യഹോവയെ എല്ലാ നാളിലും എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും എപ്പോഴും എന്നാവിന്മേലുണ്ട്. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെയുള്ള യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ലജ്ജിതരായി തീരാതെ വണ്ണം മുഖം ശോഭിപ്പിക്കുവാൻ അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം വാത്സല്യ സഹോദരങ്ങളെ നമ്മൾ കേട്ടതുപോലെ അടുത്ത ഒരാഴ്ച അന്ധകാരമാകട്ടെ, ഇരുട്ടാകട്ടെ, ചങ്ങലയാകട്ടെ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാകട്ടെ, അതിന്റെ മധ്യത്തിൽ നമുക്ക് പറയാം I chose to be happy with the Lord. നമ്മുടെ ജീവിതത്തിലെ ആനന്ദം എടുത്തു കളയുവാൻ ആരെയും അനുവദിക്കാതെ ആ യേശു നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് അവനെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുനഃചായം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Glory to the name of Jesus. Hallelujah. ദൈവമേ, സ്വർഗ്ഗപിതാവേ, സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് കർത്താവേ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് പോലെ കാലം കർത്താവേ സാവകാശം തന്നുവല്ലോ. ഹല്ലേലൂയ. നിന്റെ എല്ലാ ദാനങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടത്തേക്ക് കർത്താവേ അടിയങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കൃപ തന്നു കർത്താവേ. നിന്നെക്കുറിച്ച് പാടുവാൻ ഞങ്ങൾക്ക് കൃപ തന്നു കർത്താവേ. നിന്റെ വചനങ്ങളെ ശ്രദ്ധിക്കുവാൻ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് അവസരം തന്നുവല്ലോ. ഹല്ലേലൂയ. നിന്റെ വചനത്തിൽ നിന്ന് കർത്താവേ നിന്റെ ദാസന് സംസാരിപ്പാൻ നീ കൃപ കൊടുത്തു. ദാസിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും കൃപ കൊടുത്തുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ കേട്ടൊന്നും കർത്താവേ നഷ്ടമായി പോകുവാൻ ഇടവരാതെ കർത്താവേ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവേ വരും കാലങ്ങൾ കർത്താവേ അടികളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ മുൻപിലുള്ള പ്രത്യാശ ഓർത്താൽ കർത്താവേ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ കർത്താവേ അടിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ കർത്താവേ. ഓരോ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു, ഓരോ കുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു കർത്താവേ.
ഞങ്ങളുടെ ഇടയിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവർക്ക് രോഗസൗഖ്യം വരുത്തുന്ന നിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയങ്ങളുടെ ഇടയിൽ കർത്താവേ, അതിഥികളായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുക കർത്താവേ. എൻ്റെ വരവിനായി ഒരുങ്ങുവാൻ കർത്താവേ അടിയങ്ങളെ നീ ഒരുക്കണമേ കർത്താവേ. നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ തിരക്കണമേ കർത്താവേ. അടിയങ്ങൾ ഭാഗ്യമായി പിരിഞ്ഞു പോകുന്നു. പിരിയാത്തതായി അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ വരവിനായി നീ ഒരുക്കം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും സഹവാസവും കാവലും കൂട്ടായ്മയും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ഇന്ന് പകൽക്കാലം നമ്മോടുകൂടെ ദൈവത്തെ ആരാധിച്ച വാത്സല്യ സഹോദരങ്ങളോടുകൂടെയും ഈ ആഴ്ചയിൽ യാത്ര ചെയ്യുന്ന വാത്സല്യ കുടുംബത്തോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവായ യേശുവിൻ രണ്ടാമത്തെ വരുവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.